ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു മാങ്ങാച്ചാറായാലോ? ഇവിടെ ഞാനൊരു 5 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ മാറ്റി വെക്കുന്നുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അധികം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസം വരും. ഉലുവയും കടുകുമൊക്കെ പൊട്ടി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടത്. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്യാതെ ചെയ്യരുത്, കരിഞ്ഞു പോകും മുളക് പൊടിയൊക്കെ. ഇനി ഇത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ നല്ല പുളിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.